Hello Joseph. Yes. What about the movie our തുടരും എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം എങ്ങനെ മോഹൻലാൽ ഫാൻസിന് ഒരു സിനിമ തള്ളി വിജയിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തുടരും എന്ന് പറയുന്ന പടം. അതെന്താ അങ്ങനെ ഒരു അഭിപ്രായം? എമ്പുരാൻ എന്ന് പറഞ്ഞ പടം OTT ഇറങ്ങിയതിനു ശേഷം നമുക്കറിയാലോ അത് ഏറ്റവും ഒരു പോക്ക് പടമായിരുന്നെന്നും ആ സിനിമയിൽ സിനിമപരമായിട്ട് നോക്കുവാണെങ്കിൽ ഒരു യഥാർത്ഥ സിനിമ സ്നേഹി എന്ന നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെയാണ് തുടരും എന്ന് പറഞ്ഞ പടം. ഈ സിനിമ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എല്ലാം കൂടെ ഈ പറയുന്ന റിവ്യൂവർ ആയിട്ടുള്ള കോക്കിനും ഷസാമിനും ഒക്കെ കുറേ കാശ് അവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തുകൊണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു പടം എങ്ങനെയാണ് ഒരു സിനിമാ സ്നേഹിക്ക് ഇത്രയധികം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഒരു മോഹൻലാൽ ഫാൻസ് ആയിട്ടല്ല ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകനെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇതേപോലത്തെ നമ്മുടെ വിന്റേജ് ലാലേട്ടനെ ഈ പടത്തിലൂടെ കാണാൻ പറ്റുന്നുണ്ട് പറ്റിയല്ലോ ഞാൻ പറയുന്നത് ഇതിനെ പറ്റിയ ഒരു യഥാർത്ഥ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ പടത്തിൽ ഇത്ര ഹൈപ്പിനനുസരിച്ച് പിന്നെ പോസിറ്റീവ് പറയാൻ വേണ്ടിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു പ്രതികാര സ്റ്റോറി മാത്രമാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ദൃശ്യവും സെക്കൻഡ് ഹാഫ് മുഴുവൻ പുലിമുരുകനുമാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെയാണോ? അതിന്റെ രണ്ട് പടത്തിന്റെയും ഒരു പോസിറ്റീവ് റെസ്പോൺസും പോസിറ്റീവ് വിഷ്വൽസും എടുത്തിട്ടാണ് ഈ ഒരു തുടരുമെന്ന് പറഞ്ഞ പടം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന്റെ ആണെങ്കിലും പക്ഷേ ഇത് രണ്ടും രണ്ട് ഹൈപ്പിലുള്ള രണ്ട് മൂവികളല്ലേ ലാലേട്ടന്റെ. അപ്പോ ദൃശ്യം പുലിമുരുകനും ജോയിൻ ചെയ്താൽ നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കാമല്ലോ. മോഹൻലാൽ ഫാൻസ് ആണ്, തള്ളാൻ അവരെ കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ. എമ്പുരാൻ എന്ന സിനിമ തള്ളി വിജയിപ്പിച്ചറിയാം. അതേപോലെ തന്നെയാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമ അവർ തള്ളി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിൽ സിനിമ എന്ന നിലയ്ക്ക് ഒരു കോപ്പുമില്ല. 8 നിലയിൽ പടം OTT ഇറങ്ങുന്നതോടെ പൊട്ടും എന്നുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.